ഇഷ്ടപ്പെട്ടതും ചിത്രാമ്മയുടെ പാട്ടാണ് ടെൻഷൻ. ചിത്രാമ്മയുടെ മുമ്പ് പാടുമ്പോൾ എന്തായാലും എല്ലാ പാട്ട് പാടുമ്പോഴും ടെൻഷൻ ഉണ്ട്. ജാനകിയമ്മയുടെ പാട്ടുകളാണ് ചേരുന്നത് അങ്ങനെ പറഞ്ഞവരുണ്ടോ? ചിത്രാമ്മയാണ് എനിക്ക് ഞാനൊരു കമന്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പാട്ട് ചേരും എന്നുള്ളത് അതെനിക്ക് ഭയങ്കര സന്തോഷമായ ഒരു കമന്റാണ്. സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ നീയും. എനിക്ക് കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ട് പാടാൻ ഇഷ്ടമാണ്. ഒരു വേനലിൻ വിരഹബാഷ്പം ജലതാളമാർന്ന മഴക്കാലം ഒരു തേടലായി മഴക്കാലം. എനിക്ക് കൂടുതൽ വിഷമമുള്ള പാട്ടിനോട് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. എന്നെ കാണുമ്പം ഈ പാട്ട് പാടിയ മോളല്ലേ അനുശ്രീയല്ലേ അങ്ങനെ ചോദിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അനുശ്രീയുടെ മുഖവും ഈ അനുസിത്താരുടെ മുഖവും തമ്മിൽ ചെറിയ സാമ്യമുണ്ട്. വലിയ ആഗ്രഹമാണ്, അതിനെ അത്രയും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതല്ല എൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം എന്നാണ്. അപ്പോൾ ഞാൻ മരിക്കുന്നവരെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കൂടെ എനിക്ക് ലൈവായിട്ട് പെർഫോം ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം. നമ്മുടെ ഫ്ലോറിൽ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും പൊടിയൊക്കെ വരുന്ന സമയത്ത് ചിത്രാമ്മ ഓടി വന്നിട്ട് മക്കളെ നോക്കണേ ശ്രദ്ധിക്കണേ എന്ന് പറയും. ചിത്രാമ്മയ്ക്ക് അത് പറയേണ്ട ഒരു ആവശ്യമില്ല, നമ്മൾ അത്രയും അങ്ങനെ മക്കളെ പോലെ കണ്ട് സ്നേഹിച്ച് പറയുകയാണ്. എസ് ജാനകിയുടെയും ശ്രേയ ഘോഷലിന്റെയും ഇടയിലുള്ള ശബ്ദം, അങ്ങനെയാണ് അനുശ്രീയുടെ വോയിസ് ആദ്യം കേട്ടപ്പോൾ തോന്നിയത്. ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ എന്ന ഷോയുടെ വിജയത്തിന് ശേഷം അവർ നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം. നമസ്കാരം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. നൈസ് വോയിസ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ? ഇല്ല, ജാനകി അമ്മയുടെ പാട്ടുകൾ ചേരുന്ന ചിത്രാമ്മേനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല ഈ ഇങ്ങനെ റേഞ്ച് ഒന്നും പറഞ്ഞിട്ടില്ല. നല്ല ഈ ഷോ ഉണ്ടാക്കി തരുന്ന ഒരു മേൽവിലാസം ഉണ്ടല്ലോ, സ്റ്റാർ സിംഗർ ആണ്, സ്റ്റാർ സിംഗർ ഫെയിം ആണ്. ലൈഫ് ഇനി ഒരുപാട് മാറില്ലേ? അങ്ങനെ അങ്ങനെ ആലോചിക്കാറുണ്ടോ? അങ്ങനെ ആലോചിച്ചിട്ടില്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ ഞാൻ മുന്നേ വേറൊരു ഷോയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിനേക്കാൾ കൂടുതൽ ഏഷ്യാനെറ്റിന്റെ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ കുറച്ചുകൂടെ പോപ്പുലർ ആണ് ഷോ. അപ്പൊ അതിൻ്റെയൊക്കെ ഗുണങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കുറച്ചുകൂടെ ആളുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി. നമ്മളെ പാട്ട് വെച്ചിട്ട് ഇപ്പൊ എന്നെ കാണുമ്പം ഈ പാട്ട് പാടിയ മോളല്ലേ അനുശ്രീയല്ലേ അങ്ങനെ ചോദിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് അവരുടെ സ്നേഹം, അവർക്ക് എൻ്റെ പാട്ട് ഇഷ്ടമാണ്, എന്നെ ഇഷ്ടമാണെന്ന് അറിയുമ്പോഴൊരു സന്തോഷം അത് വേറെ തന്നെയാണ്. ഈ വയനാട് എന്നുള്ള സ്ഥലം, അവിടുത്തെ ജനങ്ങളുടെ ഒരു ജെന്യുവിൻ ലവ് ഉണ്ടല്ലോ, അത് എത്രത്തോളം അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു യാത്രയിൽ? പ്രത്യേകിച്ച് വയനാട് എൻ്റെ നാട്ടിൽ കൂടെ പറയുകയാണെങ്കിൽ എൻ്റെ ചെറിയ കാലം തൊട്ട് ഇപ്പം വരെ അവരെല്ലാ കാര്യത്തിനും അവരുടെ മോളെ പോലെ എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ നാട്ടിലുള്ളവരാണെങ്കിലും ഞങ്ങളുടെ അനുക്കുട്ടി, ഞങ്ങളെ വീട്ടിലെ കുട്ടി അങ്ങനെ പറഞ്ഞിട്ട് അവരുടെ സ്നേഹവും അവരുടെ സപ്പോർട്ടൊക്കെ അങ്ങനെയാണ്. അപ്പം അവിടെ എൻ്റെ നാട് കുളവയിലാണ്, അവിടെയാണ് എൻ്റെ വീട്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ മൊത്തം വയനാട്ടിലാണെങ്കിലും അങ്ങനെയാണെങ്കിലും അവരുടെ സ്നേഹവും സപ്പോർട്ടും കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമുണ്ട് അതിന്. ഇപ്പോൾ ഹോം ടൂർ നടക്കുന്ന സമയത്തൊക്കെ ഹോം ടൂർ ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റാർ സിംഗറിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് എനിക്കൊന്നും അറിയേണ്ടി വന്നില്ല, എല്ലാം അവരെന്നെ എല്ലാം ചെയ്തു. അവർ വീട്ടിൽ നോക്കിയപ്പോൾ ഒരു പന്തൽ കിട്ടുന്നു, ആൾക്കാർ വരുന്നു, അങ്ങനെ വലിയ അവർക്കതൊരു ആഘോഷമായിരുന്നു. അപ്പം ഞാൻ പാടുന്ന സമയത്തും അവർക്ക് ടെൻഷൻ, അങ്ങനെയൊക്കെ അവർ പറയും മോളെ ടെൻഷൻ അടിച്ചിട്ട് വയ്യ കേൾക്കുമ്പോൾ, അങ്ങനത്തെ അത്രയും ഇന്നസെന്റ് ആയിട്ട് പറയുമ്പോഴുള്ളൊരു സന്തോഷമുണ്ട്. സാധാരണ ആളുകൾക്ക്, അതായത് പാടാൻ അറിയാത്ത ആളുകൾ, അവർക്ക് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ശബ്ദം മാറും. നിങ്ങൾ ഈ ഗായകർക്ക് ഓൾറെഡി ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും, ഇതിനെങ്ങനെ ഓവർകം ചെയ്യാം? പ്രത്യേകിച്ച് വഴിയൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പണ്ടത്തേക്കാളും ഇപ്പോൾ കുറച്ച് കുറഞ്ഞു എന്നുള്ളതാണ് തോന്നുന്നു. കുറേ ശരിക്കും സ്റ്റാർ സിംഗറിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ് നമ്മൾ പാടാനുള്ള സമയം, നമ്മളെ അത്രയും കംഫർട്ടബിൾ ആക്കുന്നുണ്ട്. നമ്മളെ സർഗോ സാറാണെങ്കിലും സാർ അത്രയും, നമ്മൾ ഷോ ഡയറക്ടർ സാറാണെങ്കിലും എല്ലാവരും ഒരുപോലെ കൊണ്ട് നടന്ന് അങ്ങനെ നമ്മൾ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് ആണ്, നമ്മുടെ ഒരു സ്ഥലം പോലെ നമുക്ക് ഫീൽ ചെയ്യും. ജഡ്ജസ് ആണെങ്കിലും അത്രയും ഫ്രണ്ട്ലി ആയിട്ട്, മെൻറ്റേഴ്സും ടീച്ചേഴ്സിനെ പോലെയല്ല അവർ പെരുമാറാറ്. നമ്മൾ അത്രയും ഈസി ആയിട്ട് ഇത് ഇത്രേ ഉള്ളൂ എന്നുള്ളത് പറഞ്ഞു തരുമ്പോഴുള്ളൊരു അത്രയും കംഫർട്ടബിൾ ആണ് അവിടെ പാടാൻ. പിന്നെ ടെൻഷൻ എന്തായാലും ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് ആദ്യത്തേനേക്കാളും ഇപ്പൊ കുറഞ്ഞ പോലെയാ ഫീൽ ചെയ്യുന്നത് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു കാര്യത്തിൽ. ഈ നാടൻ പെൺകുട്ടി ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ആളുകൾ കമന്റ് ചെയ്യണ കണ്ടിട്ടില്ലേ ഇൻസ്റ്റാഗ്രാമില്? സ്വയം അങ്ങനെ കാണാൻ തന്നെയാണോ ഇഷ്ടം? അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല. അത് ഒരുപാട് സംസാരിക്കാത്ത ഒരാളാണ്.
അപ്പൊ അങ്ങനെ പിന്നെ എനിക്ക് ഇത് കംഫർട്ടബിൾ ഇതാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ ഇഷ്ടം നാടൻ പെൺകുട്ടി അങ്ങനെയൊന്നും മനസ്സിലില്ല. അനുശ്വരയുടെ മുഖവും ഈ അനുസിത്താരുടെ മുഖവും തമ്മിൽ ചെറിയ സാമ്യമുണ്ട്. രണ്ടുപേരും വയനാടുകാരായതുകൊണ്ടായിരിക്കണം ചിലപ്പോ. ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിച്ച ഒരു റീൽ എന്ന് പറയുന്നത് കിഴക്ക് പൂക്കും എന്നുള്ളതായിരുന്നു. കനവുമായി വന്നൊരു തോഴൻ എന്ന് പറഞ്ഞിട്ടൊരു ചിരി ഉണ്ടല്ലോ ആ പാട്ടിനിടയ്ക്ക്. ആ ചിരി നിങ്ങൾ ആദ്യം ഒരു പാട്ട് ഫുൾ പഠിച്ചതിന് ശേഷം വരുന്നതാണോ, അതോ പാട്ടിന് മൊത്തം പഠിച്ചു കഴിഞ്ഞ് സെറ്റായി അപ്പൊ അവിടെ ഒരു ചിരി ഇംപ്രവൈസ് ചെയ്യാം അങ്ങനെ വിചാരിക്കുന്നതാണോ? അവിടെ പാട്ടിലുള്ളത് തന്നെയല്ലേ? ആ പാട്ടിലുള്ള ചിരി തന്നെയാണ്. ഞാൻ പറയുന്ന ആ സിംഗർക്ക് അത് അവിടെ മ്യൂസിക് ഡയറക്ടർ ഇംപ്രവൈസ് ചെയ്യാനൊക്കെ പറഞ്ഞു കൊടുക്കുക. അനുശ്രീ എങ്ങനെയാ അത് മനസ്സിലാക്കുക? അത് ആ പാട്ടിന് ആവശ്യമുള്ളത് കൊണ്ടായിരിക്കണല്ലോ അങ്ങനെ പറഞ്ഞത്. അപ്പൊ അത് അങ്ങനെ പാടുന്ന സമയത്ത് നമ്മൾ അതുപോലെ തന്നെ ചെയ്യാന്നുള്ളതാണ്. എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ മെന്റേഴ്സൊക്കെ അങ്ങനെ പറഞ്ഞു തരും, ഇങ്ങനെ ചെയ്യണം, ഇവിടെ അങ്ങനെ കൊടുത്തോളൂ, അങ്ങനെ പറഞ്ഞു തരും. പിന്നെ എനിക്കും പേഴ്സണലി അങ്ങനെ അവർക്ക് അത്ര ആവശ്യമുള്ളത് കൊണ്ട്, അങ്ങനെ ആ പാട്ടിന് അത് ആവശ്യമുള്ളത് കൊണ്ട് ഡയറക്ടർ അങ്ങനെ പറഞ്ഞു, മ്യൂസിക് ഡയറക്ടർ അങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മളത് പാടുന്ന സമയത്ത് ആ പാട്ട് അതുപോലെ ചെയ്യാന്നുള്ളത് ഒരു കാര്യമുണ്ടല്ലോ. അത്രേ ഉള്ളൂ. കിഴക്ക് പോകുന്നു പാടാം. കിഴക്ക് പൂക്കും മുരിക്കിനെന്തൊരു ചൊകപ്പാണേ, പുതുക്ക് പെണ്ണിൻ കവിളിൽ എന്തൊരു തൊടുപ്പാണേ, എനിക്കും നെഞ്ചിൻ കരിക്കുമായി പറന്നു വന്നൊരു മാരൻ, തുടിക്കും കണ്ണിൽ കനവുമായി തിരഞ്ഞു വന്നൊരു തോഴൻ, കൽബിലെത്തി 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 കൽബിലെത്തി. നമ്മുടെ പ്ലേലിസ്റ്റില് ഓരോ ഗായകരുടെ പാട്ട് നമ്മൾ സ്പോട്ടിഫൈയിൽ ഇങ്ങനെ വെക്കുമല്ലോ, അതിൽ ഏറ്റവും അധികം ഉള്ളത് ആരുടെ പാട്ടാണ്? എസ് ജാനകി, ജാനകി അമ്മയുടെ ആയിരിക്കും. ജാനകിയമ്മയുടെ പാട്ടുകളായിരിക്കും. ജാനകിയമ്മയുടെ പാട്ടുകളിൽ ജാനകിയമ്മേനെയും ചിത്രാമ്മേനെയും ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. ജാനകിയമ്മയുടെ പാട്ട് ഞാൻ കുറച്ച് കൂടുതൽ കേൾക്കാറുണ്ട്. ഈ വോയിസ് റേഞ്ച് എങ്ങനെയാ ഐഡന്റിഫൈ ചെയ്തത്? അതായത് ഈ ഗായികയുടെ ശബ്ദമായിട്ടാണ് എനിക്ക് സാമ്യമുള്ളത് അങ്ങനെ സാമ്യമുണ്ട് അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ജാനകിയമ്മയുടെ പാട്ട് കൂടുതൽ കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ കേട്ടിരിക്കാറുണ്ട് ഞാൻ കൂടുതൽ ജാനകിയമ്മയുടെ പാട്ടുകൾ. പക്ഷെ പാടുന്ന കേട്ടിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവില്ല ജാനകിയമ്മയുടെ പാട്ടുകളാണ് ചേരുന്നത്, അങ്ങനെ പറഞ്ഞവരുണ്ടോ? ചിത്രാമ്മയാണ് എനിക്ക് ഞാനൊരു കമന്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പാട്ട് ചേരും എന്നുള്ളത്. അപ്പൊ അതെനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷമായ ഒരു കമന്റാണ്. ഞാൻ കേൾക്കാറുണ്ട് എന്നുള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതല്ല. എനിക്ക് ഈ പാട്ട് ചേരും അങ്ങനെ വിചാരിച്ചിട്ടല്ല. പക്ഷെ ജാനകിയമ്മയുടെ പാട്ടുകൾ കേൾക്കാൻ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. ജാനകിയമ്മയുടെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ അവരുടെ പാട്ടില് നോർമലി അവർ എന്താ സങ്കടം ഇമോട്ട് ചെയ്യുന്നൊരു വിധം ഉണ്ടല്ലോ, അതുപോലെയൊക്കെ തന്നെ പാടുന്ന ഒരാളാണ് അനുശ്രീ. അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഈ പാത്തോസ് ഉള്ള പാട്ടുകൾ പാടുന്ന സമയത്ത് സങ്കടത്തെ പറ്റി ഓർക്കോ, അല്ലെങ്കിൽ സങ്കടമുള്ള കാര്യം അങ്ങനെ ഓർക്കോ, അങ്ങനത്തെ ഒരു കാര്യമുണ്ടോ? അത് കംപ്ലീറ്റ്ലി പാട്ടിന്റെ ഇമോഷൻ അങ്ങനെയാണോ ആലോചിക്കാറ്? എനിക്ക് കൂടുതൽ വിഷമുള്ള പാട്ടിനോട് കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ട്. ഞാൻ അങ്ങനെ വിഷമുള്ള പാട്ടാണ് കൂടുതൽ കേൾക്കാറ്. പിന്നെ എനിക്ക് തോന്നുന്നു, എനിക്ക് പേഴ്സണലി അതെങ്ങനെ പുറത്തുള്ള ആൾക്കാർക്ക് എന്നറിയില്ല, എനിക്ക് വിഷമുള്ള പാട്ട് പാടുമ്പോൾ അത് കുറച്ചുകൂടി ഉള്ളിലേക്ക് പെട്ടെന്ന് കയറും. വിഷമത്തിന് അങ്ങനെ കുറച്ച് കൂടുതൽ സന്തോഷത്തിനേക്കാൾ പെട്ടെന്ന് അത് കയറുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. അപ്പം എനിക്ക് അങ്ങനെ എനിക്ക് പെട്ടെന്ന് കണ്ണൊക്കെ നിറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പൊ എനിക്ക് അത് പാടാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്, വിഷമമുള്ള പാട്ടുകൾ പാടാൻ. എനിക്ക് കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ട് പാടാൻ ഇഷ്ടമാണ്. ആ സ്വർണ്ണമുഖിലെ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒരാൾ കരഞ്ഞോണ്ട് പാടുന്ന പോലെ നമുക്ക് തോന്നുക നമ്മൾ കേൾക്കുമ്പോ. അത് തന്നെ അനുശ്രീക്കും ആ ഒരു കഴിവുണ്ട്, അതായത് നമ്മളെ കരയിപ്പിക്കും ആ പാട്ട് കേട്ടോ. പാത്തോസ് ഭയങ്കരമായിട്ട് വർക്കാവും. ഞാനത് കുറെ കേട്ടു, പിന്നെ അതുപോലെ എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. പക്ഷെ എന്നാലും അങ്ങനത്തെ മോഡുലേഷൻ കൊടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ജാനകിയമ്മ ഭയങ്കര മോഡുലേഷൻ കമന്റ് പറയുന്ന ആളല്ല, എന്നാലും അത്രയും വലിയ അങ്ങനെ മോഡുലേഷൻ കൊടുത്ത് അത്ര ഈസി ആയിട്ട് പാടുകയാണ്. അപ്പൊ ഞാനത് കൊടുക്കാൻ ഇങ്ങനെ ട്രൈ ചെയ്യാറുണ്ട് പാടുന്ന സമയത്ത്. അത്രേ ഉള്ളൂ. ഈ ദുഃഖമുള്ള സംഭവങ്ങൾ ഓർക്ക് അങ്ങനെയൊന്നുമില്ല അല്ല, ദുഃഖം അനുഭവിക്കാന്നുള്ളത് അങ്ങനെ ഓർത്തിട്ടല്ല. പക്ഷെ എനിക്ക് ആ ദുഃഖമുള്ള പാട്ടിനോട് കുറച്ച് ഇഷ്ടക്കൂടുതലുണ്ട്. സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ നീയും, സ്വപ്നം കാണാറുണ്ടോ, കണ്ണുനീർക്കുടം തലയിലേന്തി വിണ്ണിൻ
ചിറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രിയിൽ മയങ്ങുമ്പോൾ സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ? ഓ, ഇങ്ങനെ ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ, ജെന്യുവിനായിട്ട് ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ് ഈ പാട്ടിന്റെ ഒരു ഇമോഷൻ. ആരെങ്കിലും പാട്ട് കേട്ടിട്ട് ലൈവായിട്ട് കരഞ്ഞിട്ടുണ്ടോ മുമ്പിൽ നിന്നിട്ട്? എനിപ്പോവേ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. ചിത്രാമ്മ അങ്ങനെ കരഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് മെന്റേഴ്സ് ഒക്കെ കരഞ്ഞിരുന്നു അതിലൊരു ആനന്ദം കണ്ടെത്തുന്നുണ്ടല്ലേ? അങ്ങനെയല്ല, അതവിടെ സക്സസ് ആയി എന്നുള്ളതാണല്ലോ. ഇങ്ങനെ പാട്ട് എങ്ങനെയാ പാടിയെന്നുള്ളതിനേക്കാൾ ഉപരി ഇമോഷൻ കിട്ടിയെന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം എന്തായാലും ഉണ്ടാവും. അപ്പൊ ആ വേദിയിൽ നിന്ന് തന്നെ ഒരു ഗോൾഡൻ മൊമെന്റ്, അല്ലെങ്കിൽ ഒരു നാടിന്റെ തന്നെ ഇമോഷൻ മൊത്തം കവർ ചെയ്തു എന്ന് എനിക്ക് തോന്നിയ ഒരു സമയമാണ് ഈ രാക്കിളിതൻ എന്നുള്ള പാട്ട് പാടിയത്. ആ സമയം, അല്ലെങ്കിൽ ഒരു പ്രദേശം മുഴുവനും ചിത്രങ്ങളിൽ നിന്ന് മൊത്തത്തിൽ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന അവസ്ഥ. അതായത് വയനാട്ടിലെ ചിത്രം തന്നെ വേറൊരു ചിത്രമായി പോയ അവസ്ഥ. പ്രകൃതി ഭംഗിയോ അതൊക്കെ മാറിയിട്ട് ഒരു കലുഷിത ഭൂമിയെ പോലെ നമുക്ക് തോന്നിയൊരു സന്ദർഭമായിരുന്നു അത്. അപ്പൊ ഈ രാക്കിളിതൻ പാടുന്ന സമയത്ത്, ആ പാട്ട് പാടിയതിനു ശേഷം മൊത്തത്തിൽ ആ നാടിനോടും കൂടിയുള്ള ഒരു ആർദ്രതയും കൂടിയാ അനുശ്രീ പാടി അവസാനിപ്പിച്ചത്. രാക്കിളി ആ പാട്ട് ചൂസ് ചെയ്യാനും ആ സന്ദർഭവും ഒക്കെ ഒന്ന് ഓർത്തെടുത്താൽ എങ്ങനെയാണ്? ഈ സംഭവം വയനാട്ടിൽ നടക്കുന്ന സമയത്ത് ഞാനിവിടെ എറണാകുളത്താണുള്ളത്, ഹോസ്റ്റലിൽ. അപ്പം ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല, ന്യൂസ് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ഷോ ഡയറക്ടർ സർഗോ സാർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അനുശ്രീ അവിടെ ഓക്കെ അല്ലേ, സേഫ് അല്ലേ എന്ന്. അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് അറിഞ്ഞത്. വീട്ടിലേക്ക് വിളിച്ചു. അപ്പോൾ അവിടെ ഓക്കെ ആണെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ വീട് ഓക്കെ ആണെന്നുള്ളതല്ലല്ലോ അവിടെ. അവിടെ വേറൊരു വലിയൊരു സ്ഥലം മുഴുവൻ ഇല്ലാതെയായി. അവിടുത്തെ ആൾക്കാർ മുഴുവൻ രാത്രി ഉറങ്ങി രാവിലെ എണീക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു സ്ഥലം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഇതിങ്ങനെ ഇത്ര ഈസി ആയിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഷെഡ്യൂൾ വന്നപ്പോൾ നമുക്ക് റെട്രോ റൗണ്ട് ആയിരുന്നു. അപ്പോൾ എനിക്ക് ആ റെട്രോ റൗണ്ടിൽ പാടാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പാട്ട് പാടുന്ന കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ പാടിക്കോളൂ അങ്ങനെ പറഞ്ഞ് നാടിന് വേണ്ടി അങ്ങനെ പാടിയതാണ്. ചൂരൽമലയിലൊക്കെ അടുപ്പമുള്ളവരും സുഹൃത്തുക്കളും അങ്ങനെയൊക്കെ? അമ്മയുടെ ഒക്കെ ഫ്രണ്ട്സ് അങ്ങനെ ഉണ്ട്. പെട്ടെന്ന് അതൊന്ന് വിട്ടുവരാൻ, നമ്മള് വയനാട്ടിൽ നിന്നുള്ളവർ മാത്രമല്ല, മൊത്തം കേരളം അത് വിട്ടുവരാൻ കുറെ സമയം എടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ പാട്ടൊന്ന് പാടാമോ? ഓ ബരസ് ബരസ് ബദരാ आशा की बूंदें बनके बरसे രാക്കിളിതൻ വഴി മറയും നോവിൻ പെരുമഴക്കാലം കാത്തിരിപ്പിൻ തിരി നനയും ഈറൻ പെരുമഴക്കാലം ഒരു വേനലിൻ വിരഹബാഷ്പം ജലതാളമാർന്ന മഴക്കാലം ഒരു തേടലായി മഴക്കാലം രാക്കിളിതൻ വഴി മറയും നോവിൻ പെരുമഴക്കാലം. ഈ ഫിനാലെ റൗണ്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഗ്രാഫുകൾ പലതായിട്ട് ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇന്നലെ ബലറാമിനോട് സംസാരിക്കുമ്പോൾ പറയായിരുന്നു, ആ നല്ല സൗണ്ട് എഫക്റ്റ് നമ്മുടെ നെഞ്ചിലും കൂടിയാണ് വന്ന് പതിക്കുന്നത് എന്നുള്ളത്. ആ ഫിനാലെ ദിവസം മൊത്തം ഓർക്കുമ്പോൾ ഇപ്പം അതിനെങ്ങനെ റീകളക്ട് ചെയ്യുന്നത്? ആദ്യം, അതായത് നമ്മളെ ഈ 1.5 വർഷത്തെ ഷോ തീരാൻ പോകുന്നതിൻ്റെ ഒരു വിഷമം എന്തായാലും ഉണ്ടായിരുന്നു. കാരണം എനിക്ക് മുന്നുള്ളതിനേക്കാളൊക്കെ ഹോം ടൂർ വന്നു. പിന്നെ അവിടുത്തെ ഓരോ മൊമെൻറ്റ്സ്, നമ്മളിതിൻ്റെ ഇടയ്ക്ക് ട്രിവാൻഡ്രം ഒരു ഷോയ്ക്ക് നമ്മളെല്ലാവരും ടെലിവിഷൻ അവാർഡ്സിനൊക്കെ പോയപ്പം ചിത്രാമ്മയുടെ വീട്ടിലേക്ക് പോയി, സിതാരേശ്വരി വീട്ടിൽ പോയി. അപ്പോൾ ഇവരൊക്കെ എത്രയും എല്ലാവരും അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റാർ സിംഗർ ഫാമിലി ആയല്ലോ. അപ്പോൾ അത് തീരാൻ പോകാന്നുള്ളതിൻ്റെ ഒരു വിഷമം എന്തായാലും ഉണ്ടായിരുന്നു വന്ന്. പിന്നെ ഫിനാലെ ആണ് എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു എക്സൈറ്റ്മെൻറ്റും, ഞാൻ ഫിനാലെ പാടാൻ പോവാണ് അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും. ഇപ്പോൾ നമ്മളിങ്ങനെ ഇന്ന് രാവിലെ ഇന്ന് എന്താ നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ.
അതുണ്ടായിരുന്നു എല്ലാവർക്കും. ഹരിജി വരുന്നുണ്ട് ഗസ്റ്റായിട്ട്. പിന്നെ അത്രയും നമ്മളെ സ്നേഹിക്കുന്ന ഓഡിയൻസ് ഉണ്ട്, ലൈവാണ്. പിന്നാലെ അവരുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ പോകുന്നതിൻ്റെ സന്തോഷം, എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പാട്ട് പാടിയതില്ലേ, ഈ ശ്രീരാഗിന്റെ കൂടെ പാടിയ പാട്ടുണ്ടല്ലോ അനശ്വരത്തിലത്തെ, ശ്രദ്ധിച്ചിട്ടോന്നറിയില്ല, താരാപഥം സോങ് എന്ന് വെറുതെ ഗൂഗിളിൽ അടിച്ചാൽ ആദ്യം വരുന്ന SPB ചിത്രാമ്മയുടെ വേർഷനും അത് കഴിഞ്ഞിട്ട് വരുന്ന വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ടുപേരും പാട്ട് പാടുന്ന വീഡിയോ ആണ്. അത്രയും അത് പോപ്പുലർ ആണ് എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ പാട്ടുകൾ എടുക്കുമ്പോൾ ആ പാട്ടിനോടും കൂടി ഒരു റെസ്പെക്ട് കൊടുക്കണം, അല്ലെങ്കിൽ ആ പാട്ടിനോടും കൂടി നമ്മളൊരു ബഹുമാനം പുലർത്തണം, അങ്ങനെ തോന്നാറുണ്ടോ? പിന്നെ ഉറപ്പായിട്ടും അത്രയും ലെജൻസ് ചെയ്ത് വെച്ച ഒരു പാട്ടുകൾ നമ്മളെടുത്ത് പാടുമ്പോൾ അതിനോട് നമ്മൾ കുറച്ച് അത്രയും റെസ്പെക്റ്റോടെ തന്നെയാണ് അത് എടുക്കുന്നത്. ഇത് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിലാണ്. പിന്നെ അവിടുത്തെ ആ 5 മിനിറ്റിൻ്റെ ലക്കും എല്ലാം അതിൻ്റെ ഭാഗമാണ്. അത്രയും റെസ്പെക്റ്റോടെയാണ് അത് പഠിക്കുന്നതും. ഇവിടെ എല്ലാവരും, എല്ലാ കണ്ടസ്റ്റൻസും അതിനത്രയും ബഹുമാനത്തോടെയാണ് കാണുന്നതും, അങ്ങനെയാണ് പഠിക്കാൻ നോക്കുന്നതും. അതേപോലെ തന്നെ പാടാനും ശ്രമിക്കുന്നുണ്ട്. ഈ ശ്രീരാഗ് സീരിയസ് ആയിട്ട് പറയുമ്പോൾ കോമഡി ആവുന്നതൊക്കെ ഈ പ്രാക്ടീസ് സെഷനിൽ നടക്കും. സീരിയസ് ആയിട്ട് പറയുമ്പോൾ കോമഡി ആവും അങ്ങനെയൊന്നുമില്ല, അങ്ങനെ തോന്നിയിട്ടില്ല. താരാപഥം പാടുന്ന സമയത്ത് ചിത്രാമ്മയുടെ പാട്ടാണ്. അപ്പൊ അങ്ങനത്തെ ആളുടെ മുമ്പിൽ അത് പ്രസന്റ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് ഒരു ഇതുണ്ടല്ലോ, ആ മൊമെന്റ് അല്ലെങ്കിൽ ആ പാട്ട് പാടി കഴിഞ്ഞതിന് ശേഷം ആ ദിവസം ഓർക്കാറുണ്ടോ? എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, താരാപഥം എന്ന് പറഞ്ഞ പാട്ട്. അപ്പോൾ ആ പാടാൻ കിട്ടിയൊരു ചാൻസ്, അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ അത് കിട്ടിയൊരു പാടാൻ പറ്റില്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. അല്ലാണ്ട് ചിത്രാമ്മയുടെ മുമ്പ് പാടുമ്പോൾ എന്തായാലും എല്ലാ പാട്ട് പാടുമ്പോഴും ടെൻഷനുണ്ട്, അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ വേറെ പേടികളൊന്നും ഉണ്ടായിരുന്നില്ല. താരാപഥം പാടും. പിന്നെ താരാപഥം ചേതോഹരം പ്രേമാമൃതം പേയുന്നിതാ നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിഞ്ഞി പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാൻ താരാപഥം ചേതോഹരം പ്രേമാമൃതം പേയുന്നിതാ. ഈ ഇഷ്ടം ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് പാത്തോസ് കഴിഞ്ഞാൽ പിന്നെ മെലഡീസ് ആണോ? അതെ, മെലഡീസ് ആണ് കൂടുതൽ ഇഷ്ടമുള്ള ഏരിയ എന്ന് പറയുന്നത്. പക്ഷെ ഫാസ്റ്റ് നമ്പർ എന്ന് പറയാൻ പറ്റില്ല, സെമി ഫാസ്റ്റ് നമ്പർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കടലാട് ആ നമ്പർ പാടിയിട്ടുണ്ടല്ലോ, കടലാടും ഞങ്ങളൊരു സമ്മർ ഫെസ്റ്റിവലിന്റെ സെലിബ്രേഷന്റെ സമയത്ത് പാടിയതായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഫാസ്റ്റ് നമ്പറുകൾ പാടുന്ന സമയത്ത് ഈ ഓപ്പോസിറ്റ് ഉള്ള ആള് തരുന്നൊരു എനർജി, അല്ലെങ്കിൽ അവര് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, അതാണ് ശരിക്കും പെർഫോമൻസിനെ എനർജി ചെയ്യുന്നത്. ആദ്യം എല്ലാ ജോണറും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, മെലഡി കുറച്ച് കൂടുതൽ ഇഷ്ടം അങ്ങനെയുള്ളൂ. ശരിക്കും ഇങ്ങനെ 1 vs 1 വരുന്ന സമയത്ത് അത്ര നല്ല ഫ്രണ്ട്സാണ് എല്ലാവരും, നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടുണ്ട് കുറച്ച് 1.5 വർഷം കൊണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നൊരു സപ്പോർട്ട് ഉണ്ട് ശരിക്കും. അത് ഫ്ലോറിലും റിഹേഴ്സലിന്റെ സമയത്തൊക്കെ നമ്മൾ കംഫർട്ടബിൾ ആവാൻ അവർ കുറെ ഒരുപാട്. ഞാൻ ഇതുവരെ പാടിയ എല്ലാ 1 vs 1 എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഒരു ധൈര്യം അവരും തരുന്നുണ്ട് നമുക്ക്, നന്നായിട്ട് ചെയ്യണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിചാരിക്കുന്നുണ്ട്, രണ്ടുപേരും നന്നായിട്ട് പാടട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിങ്ങോട്ട് തിരിച്ചും കിട്ടാറുണ്ട്. ഈ ഗോൾഡൻ സ്റ്റാർ അടിക്കുന്ന മൊമെന്റുകൾ ഉണ്ടല്ലോ, ആ സമയത്ത് മാനസികാവസ്ഥ എങ്ങനെയാ? ഈ 100 മൊത്തം അടിച്ചിട്ട് ഈ പാർട്ടി പോപ്പർ തെറിക്കൂലോ, അതൊരു സ്റ്റേജിനെ ഓൺ ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്യാറുണ്ടോ? എനിക്ക് ഫസ്റ്റ് ഗോൾഡൻ സ്റ്റാർ കിട്ടുന്നത് എന്റെ ഫസ്റ്റ് പെർഫോമൻസിനാണ്, ആരോ പാടുന്ന ദൂരെ എന്ന് പറഞ്ഞ. ഇത് നമ്മളിങ്ങനെ ഇതെന്താ സംഭവം എന്ന് അറിയില്ല. അപ്പൊ അത് വേറൊരു എക്സ്പീരിയൻസ് ആണ് ആ സമയം എന്ന് പറഞ്ഞാൽ. അത് അത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു മൊമെന്റാ. പിന്നെ പോകുന്ന സമയത്ത് ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടൊന്നുമല്ല പാടുന്നത്, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ പറ്റണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അത് വേറൊരു മൊമെന്റ് ആയിരിക്കും. എല്ലാവരും വരുന്നു, നമ്മുടെ മെന്റേഴ്സും എല്ലാവരും വരുന്നു ഫ്ലോറിലേക്ക്, അത്രയും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെന്റ് തന്നെയാണത്. ഗുരുകുലം ടീം, കോൺവെന്റ് സ്കൂൾ ടീം അതിന് മിസ് ചെയ്യില്ലേ? പിന്നെ മൊത്തം എല്ലാം മിസ് ചെയ്യും, ഫ്ലോറും എല്ലാവരും മിസ് ചെയ്യും. ഈ വിധു പ്രതാപ് എന്നുള്ള ജ്യേഷ്ഠൻ തുല്യനായിട്ടുള്ള മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഒരു മെന്റർഷിപ്പ് വരെ, അദ്ദേഹത്തിന്റെ ഒരു കംഫർട്ട്, എന്തും പറയാം നമുക്ക് എന്നൊക്കെയുള്ള ഒരു വൈബ്, വിധുചേട്ടൻ ജീവിതത്തില് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ലേ? പിന്നെ ഉറപ്പായിട്ടും അവിടെയുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ്. വിധുചേട്ടൻ ഇപ്പൊ ചിത്രാമ്മയും സിത്താരേച്ചിയും വിധുചേട്ടനും ഒക്കെ ജഡ്ജസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അത്രയും മക്കളെ പോലെ അല്ലെങ്കിൽ ഒരു അനിയത്തിനെ പോലെ അങ്ങനെയൊക്കെയാണ് നമ്മളോടൊക്കെ പെരുമാറുന്നത്. നമ്മൾ പാടുന്ന സമയത്ത് അവർക്കും ഇങ്ങനെ നന്നായിട്ട് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ചിത്രാമ്മയുടെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞില്ല, അപ്പം
ചിത്രാമ്മ എന്താന്ന് വെച്ചാൽ നമ്മള് ആ വീട്ടിലുള്ള ആളെ പോലെയാ പെരുമാറിയ ആ സമയത്ത്. മോളെ ഇന്ന് ഒന്നിങ്ങോട്ട് നിൽക്കൂ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഇത് ആരാ പറയുന്നതെന്നുള്ളത് നമ്മള് അപ്പോഴാ റിയലൈസ് ചെയ്യുന്നത് ചിത്രാമ്മയുടെ വീട്ടിലാണല്ലോ ഞാൻ നിൽക്കുന്നതെന്നുള്ള കാര്യം. അതുപോലെ തന്നെ വിധുചേട്ടനും സിത്താര ചേച്ചിയും ഒക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴും ഇപ്പോൾ തെറ്റുകൾ പറഞ്ഞു തരുമ്പോൾ നമ്മളെ വിഷമിപ്പിക്കാതെ അവരുടെ ഒരു അനിയത്തിനോടോ അനിയനോടോ പറയുന്ന പോലെ അത്രയും സ്നേഹത്തോടെ നമ്മളെ കാണുന്നത്, അതൊക്കെ ശരിക്കും മിസ് ചെയ്യും, ആ സ്നേഹവും ഒക്കെ. സിത്താര ചേച്ചിക്ക് ഇങ്ങനെ 2 കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ഉമ്മയൊക്കെ തരില്ലേ നിങ്ങൾക്ക്? അതൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റ് അല്ലേ? പിന്നെ ഉറപ്പായിട്ടും. ഈ ചിത്രാമ്മ എന്നുള്ള പേര് എടുത്ത് പറയണല്ലോ, കാരണം അവരാണ് ആ ഷോന്റെ ഒരു മുഖം പോലെ ഉണ്ടായിരുന്നത്. ചിത്രകാർക്കൊരു ബോഡി ഓഫ് വർക്ക് ഉണ്ട്, ഇന്ത്യയുടെ വാനമ്പാടിയാണ്. എന്നാൽ അത് ഒരിക്കലും ആ വലുപ്പത്തെ ഒന്നും കാണിക്കാതെ നിങ്ങളിലേക്ക് ഓരോരുത്തരിലേക്ക് എത്തിയ ഒരു അമ്മയുടെ വാത്സല്യം എന്ന് പറയുന്നത്. ചിത്ര അല്ലെങ്കിൽ KS ചിത്ര എന്നുള്ള പേര് മാറിയിട്ട് ഇപ്പൊ മനസ്സിൽ ചിത്രാമ്മ എന്ന് പറയുമ്പോൾ ഒരു അമ്മ അങ്ങനെ തന്നെയാണോ? ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണുള്ളത്. നമ്മളെ ഫ്ലോറിൽ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും പൊടിയൊക്കെ വരുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ചിത്രാമ്മ ഓടി വന്നിട്ട് മക്കളെ നോക്കണേ ശ്രദ്ധിക്കണേ എന്ന് പറയും. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, ചിത്രാമ്മയ്ക്ക് അത് പറയേണ്ട ഒരു ആവശ്യമില്ല, പക്ഷെ അത്രയും നമ്മളത്രയും അങ്ങനെ മക്കളെ പോലെ കണ്ട് സ്നേഹിച്ച് പറയാണ്. പിന്നെ എല്ലാവരുടെ അടുത്തും ഒരേപോലെ അത്ര ഇങ്ങനെ ഡൗൺ ടു എർത്ത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ അത് ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഈ ഫിനാലയുടെ സമയത്ത് ഒരു സ്കിറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതില് ആളുകൾ പറയണ്ടായിരുന്നു സിംഗിൾ എക്സ്പ്രഷൻ ആണ് എന്നുള്ളത്. പക്ഷെ പാട്ടിൽ അങ്ങനെ ഇല്ല കേട്ടോ. ഈ ഫോട്ടോ എടുക്കുമ്പോ അങ്ങനെ സിംഗിൾ എക്സ്പ്രഷൻ ആണ് എന്നുള്ളത് ആരെങ്കിലും മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? അത് ആ സ്കിറ്റിലാണോ അത് പുതുതായിട്ട് മനസ്സിലാക്കി? പൊതുവെ ഇങ്ങനെയൊക്കെ തന്നെ, എനിക്ക് ഇത്ര എക്സ്പ്രഷൻ വരുള്ളൂ, അങ്ങനെയാ. നന്ദയായിട്ട് കുറെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടല്ലോ. ഒരു ഇങ്ങനെ കോക്കരി കാണിച്ചിട്ടുള്ള ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ട്, അത് ഭയങ്കര ഹിറ്റാണ്. ശരിക്കും എന്താണ് ആ ഫോട്ടോയുടെ പിന്നത്തെ കാര്യം? പ്രത്യേകിച്ചൊന്നുമില്ല, നന്ദ അങ്ങനെ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. അപ്പൊ സിത്താരേച്ചിയൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഇങ്ങനെ ഇവിടെ ലോക്കായി പോകും. ഞങ്ങള് ഭയങ്കര കംഫർട്ടബിൾ ആണ് അവിടെ, അങ്ങനെ ചെയ്ത് പറയാതെ എടുത്തു അത്രേ ഉള്ളൂ. ഈ ഷോയിലൊക്കെ വരുന്നതിനൊക്കെ മുമ്പ് ഇവരെ പോലെ ആവണം, ഇവരെ പോലെ പാടണം, അങ്ങനെ തോന്നിപ്പിച്ച ഒറ്റ പാട്ടുകാരുണ്ടോ? എനിക്ക് ജാനകി അമ്മേന്റെ പാട്ട് ഞാൻ പണ്ട് മുതലേ കേൾക്കുന്നതാണ്. ജാനകി അമ്മ, ചിത്രാമ്മ ഇവരൊക്കെ അതുപോലെ ആവണമെന്നല്ല, നമുക്ക് പാടണം എന്ന് തോന്നുന്നത് പാട്ട് പഠിക്കണം, പാടണം എന്നൊക്കെ തോന്നാറുണ്ട് ഇവരുടെ പാട്ട് കേൾക്കുമ്പോൾ. പിന്നെ ഞാൻ പാട്ടിനെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുത്തു തുടങ്ങുന്നത് ഞാൻ റോസ് ഹാൻസ് എന്ന് പറഞ്ഞ ടീച്ചറുടെ അടുത്താണ് പാട്ട് പഠിക്കുന്നത്. ടീച്ചറുടെ അടുത്ത് എത്തിയതിന് ശേഷമാണ് ഞാൻ പാട്ട് കുറച്ചുകൂടെ എൻ്റെ ലൈഫിൽ അത്രയും എനിക്ക് ഭയങ്കര സീരിയസ് ആയിട്ട്, ഞാൻ ഇപ്പോൾ മ്യൂസിക്കാണ് പഠിക്കുന്നതും, ഇപ്പോൾ PG ഫസ്റ്റ് ഇയർ ആണ്. അപ്പം പാട്ട് എനിക്ക് ലൈഫ് ലോങ് വേണം എന്ന് ഞാൻ അങ്ങനെ തീരുമാനിക്കുന്നത് ടീച്ചറുടെ അടുത്ത് എത്തിയതിന് ശേഷമാണ് ഇത്ര സീരിയസ് ആവുന്നത്. ഓക്കെ. ഈ ജാനകിയമ്മ സ്റ്റേജിലൊക്കെ പാടുന്ന വിഷ്വൽസ് ഒക്കെ കാണുന്ന സമയത്ത് ഒരു പുസ്തകം പിടിച്ചിട്ട് ഒരു പാവം പിടിച്ച ഒരു ആള് നിന്നിങ്ങനെ പാടുകയാണ് അങ്ങനെ നമുക്ക് തോന്നുള്ളൂ. പക്ഷെ ആ ശബ്ദത്തിനകത്ത് എന്തുമാത്രം വേരിയേഷൻസ് ആണ്, എന്തുമാത്രം ഇമോഷൻസ് ആണ്. ഈ കൈ കൊണ്ട് പോലും അത്ര ആക്ഷൻസ് പോലും കാണിക്കുന്നില്ല. അതൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഉറപ്പായിട്ടും പറ്റില്ലല്ലോ നമുക്കൊന്നും. അപ്പൊ പക്ഷെ അത് നമ്മൾ കൺവേ ചെയ്യാൻ വേണ്ടി നമുക്ക് അത്രയും ബുദ്ധിമുട്ടാവുന്നുണ്ട്. ആ പാട്ട് അതുപോലെ നമ്മൾ ചെയ്യാൻ വേണ്ടി അത്രയും ബുദ്ധിമുട്ടാവുന്നുണ്ട്. പക്ഷെ ജാനകിയും അത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യുന്ന കാണുമ്പോൾ ആ അത്ഭുതം തോന്നാറുണ്ട്. എല്ലാവരെ പോലെ തന്നെ എനിക്കും. ഈ ശാസ്ത്രീയ വേദിയിൽ തന്നെ ഞാൻ ചെയ്തത് എൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും മാക്സിമം ആയിട്ട് എനിക്ക് അതിൻ്റെ ഔട്ടും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയ ഒരു പാട്ടോ ഒരു പെർഫോമൻസോ പറയാൻ പറ്റുമോ? സമ്മർ വെക്കേഷന് ശേഷമാണ് ഞാൻ ശരിക്കും വേറെ ജോണേഴ്സ് ഒക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങി. അതെ അതെ. ആ ഒരു സമയം എനിക്ക് മിഥുൻ ചേട്ടനും എൻ്റെ മെൻറ്റേഴ്സും, ഇപ്പോഴത്തെ എൻ്റെ മെൻറ്റർ സജിലത്തെയാണ്. മിഥുൻ ചേട്ടൻ ഇപ്പൊ ഉണ്ടായിരുന്ന മെൻറ്റർ, അങ്ങനെ സീരിയസ്, മിഥുൻ ചേട്ടനും ഒക്കെ ഹെൽപ്പ് ചെയ്ത് കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു എനിക്ക്. എൻ്റെ വോയിസിനും അല്ലെങ്കിൽ ബ്രീത്തിങ്ങിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും. അപ്പോൾ വേറെയുള്ള ഒരു ബാക്കിയുള്ള ഷോയിനേക്കാളും ഈ ഷോയിൽ ഇങ്ങനെ ഒരു സമ്മർ വെക്കേഷൻ എന്ന് പറഞ്ഞ ഒരു 3 മാസം നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. നമ്മളെ പാട്ടിലുള്ള കുറച്ച് കുറവുകളൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ കുറേ പെർഫോമൻസ് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. 7 സ്വരങ്ങൾക്കുൾ എന്ന് പറഞ്ഞ ഒരു സെമി ക്ലാസിക്കൽ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട്, അതിന് ഗോൾഡൻ സ്റ്റാർ ആയിരുന്നു. അപ്പം എനിക്കത് കുറച്ച് ഒരു സാധനം. 7 സ്വരங்களுக்குள் எத்தனை பாடல், இதய சுரங்கத்துள் எத்தனை கேள்வி, 7 സ്വരங்களுக்குள். ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആളുകൾ
കൊണ്ടുതരുന്ന ഈ ഒരു ലവ് ഉണ്ടല്ലോ, നിങ്ങളുടെ ആരാധനയാണ് ഞങ്ങൾക്ക്, എന്ത് രസമാണ് ഞങ്ങളുടെ വീട്ടിലത്തെ കുട്ടിയാണ് എന്നൊക്കെ പറയുന്നത്, അത് അതിനങ്ങനെ ടച്ച് ചെയ്ത എന്തെങ്കിലും മൊമെന്റ് ഉണ്ടോ സോഷ്യൽ മീഡിയ ഫോളോയിങ്ങില്? എനിക്ക് എല്ലാവരുടെയും സ്നേഹം കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമാവാറുണ്ട്. ഇപ്പോൾ ഓരോരുത്തരും അവരുടെ സമയം നമുക്ക് വേണ്ടി മാറ്റി വെക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവാറുണ്ട്. എൻ്റെ പാട്ട് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴും ഓരോ പാട്ട് എടുത്ത് പറയുകയൊക്കെ ചെയ്യും. ഞാൻ ഇതുവരെ പാടിയ പാട്ടുകളൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പം ഭയങ്കര സന്തോഷമാവാറുണ്ട്. അങ്ങനെ നമ്മളെ ഓർത്ത് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. ഫാൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരാളുണ്ടാവുക എന്നുള്ളതല്ലേ. ഈ മാലയ ലോല ലോല എന്നുള്ളൊരു കോറസ് ചിത്ര ചേച്ചി പഠിപ്പിച്ചു തന്നിട്ട് അത് നിങ്ങൾ മൂന്നുപേരും കൂടി ലൈവായിട്ട് പാടിയിട്ട് പിന്നെ ചിത്ര ചേച്ചി ഒരു തംസപ്പോടുകൂട്ട് അതിന് തിരിച്ചു വരുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അത് ശരിക്കും സിനിമാറ്റിക് മൊമെന്റ് പോലെയായിരുന്നു. നമ്മൾ ഈ ഭാരതത്തിലൊക്കെ മറ്റേ ഒരു ചേച്ചിയില്ല, അതിന്റെ ഒരു വേറെ വേർഷൻ ആയിരുന്നു. ആ ഒരു ഇൻസിഡന്റ് മൊത്തം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഞാനും അശ്മിയേച്ചിയും ദിശയായിരുന്നു. അപ്പോൾ ഞങ്ങളിത് പാടിയപ്പോൾ നമ്മൾ പെട്ടെന്നാണ് ഇത് കോറസ് നമ്മൾ മൂന്നുപേരും പാടിക്കുമെന്ന് പറഞ്ഞത്. ഷെരീഫ് കെയും ചിത്രാമ്മയും കൂടെ പാടുന്ന സമയത്ത് എന്നാ അറിയുന്ന 3 പേര് പാടിക്കുമെന്ന് പറഞ്ഞു. ലിറിക്സ് അറിയാം. അപ്പം നമ്മൾ ആ കേട്ട ഓർമ്മയിൽ പാടിയപ്പോൾ ചിത്രാമ്മ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മളടുത്തേക്ക് വന്നിട്ട് ഓരോ വരി ഇങ്ങനെ പാടി തന്ന് ഞങ്ങളെ കൊണ്ട് ഇത് പാടിപ്പിച്ചു. അപ്പോൾ ചിത്രാമ്മ ഇത് പഠിപ്പിച്ചു തരിക എന്നുള്ളതിൻ്റെ ഒരു സന്തോഷത്തിൽ നമ്മളിതിങ്ങനെ കേട്ടു. അപ്പോൾ നമുക്ക് കൂടുതൽ ടെൻഷനായി, അത് നന്നാക്കണമല്ലോ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ പാടിക്കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ ചിത്രാമ്മ ഇങ്ങനെ ഓക്കെ ആണെന്ന് കാണിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. ശരിക്കും അവിടുന്ന് പഠിപ്പിച്ച് അങ്ങനെ പാടിയതാ. അപ്പൊ തന്നെ പഠിപ്പിച്ച് പാടി. തമിഴ് കീർത്തനങ്ങളൊക്കെ പോലുള്ളൊരു പാട്ടുകൾ പാടാറുണ്ടല്ലോ. അപ്പൊ അതിൽ ഈ തമിഴ് ഉച്ചാരണത്തിനൊക്കെ കൊടുക്കേണ്ട ഒരു ഒതന്റിസിറ്റി ഉണ്ടല്ലോ നമ്മള് ആ വാക്കുകൾക്ക്. അതിന് എന്താ ചെയ്യാറ്? ഞാൻ കേട്ട് പഠിക്കലാണ് സാധാരണ ചെയ്യുക. ഇവിടെ ശരിക്കും ഇവിടെ വന്നതിന് ശേഷം ഗ്രൂമിംഗ് എന്ന് പറഞ്ഞ വലിയൊരു 10 ടീച്ചേഴ്സ് നിന്ന് ചെയ്യുന്ന ഞാൻ ഇതുവരെ ഇങ്ങനെ സംഭവം കണ്ടിട്ടില്ല. അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പാട്ടിന്റെ കാര്യത്തിലാണെങ്കിലും ഇതേപോലെ ലിറിക്സിന്റെ കാര്യമായാലും അപ്പൊ എല്ലാം പറഞ്ഞുതരും, മീനിങ് പറഞ്ഞുതരും, ഇങ്ങനെ പറയണമെന്ന് പറയും. അതിനു വേണ്ടി സെപ്പറേറ്റ് ഇരിക്കുകയൊക്കെ ചെയ്യും ടീച്ചേഴ്സ്. അതായത് ഹിന്ദി ആണെങ്കിലും തമിഴാണെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ മതി ഈ വേർഡ് അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പൊ അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ശരിക്കും. അവരെന്നെ ബാക്കി പഠിപ്പിച്ചു തരുന്നുണ്ട് കുറെ. സിനിമയിൽ പാടുക, പ്ലേ ബാക്ക് സിംഗിങ്, ആ ഡ്രീമിനെ ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്? എല്ലാവരെ പോലെ തന്നെ എനിക്കും ആഗ്രഹമുണ്ട് പ്ലേ ബാക്ക് സിംഗിങ്. പക്ഷെ അതല്ല എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ പ്ലേ ബാക്ക് സിംഗിങ് അത് വലിയൊരു ഭാഗ്യമാണ്. വിളിച്ചാൽ അങ്ങനെ പോയി അങ്ങനെയല്ല, വലിയ ആഗ്രഹമാണ്. അതിന് അത്രയും റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട്. പക്ഷെ അതല്ല എൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം എന്നാണ്. കുറേ ഇപ്പം ഞാൻ കർണാട്ടിക്, ഇനി ഹിന്ദുസ്ഥാനി, അങ്ങനെ കുറേ പഠിക്കണം. എല്ലാത്തിനും പറ്റി അറിയണം എന്ന് ആഗ്രഹമുണ്ട്. പഠിച്ചാലും തീരില്ലല്ലോ. അപ്പോൾ ഞാൻ മരിക്കുന്നവരെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കൂടെ എനിക്ക് ലൈവായിട്ട് പെർഫോം ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം, അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ. ബാൻഡൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? എനിക്കിഷ്ടപ്പെട്ട പാട്ടുകൾ ഞാൻ തന്നെ ഇഷ്ടപ്പെട്ട് പാടാം, അങ്ങനെയൊക്കെയുള്ള ഒരു ഇഷ്ടങ്ങളാണ്. ഈ കവർ വേർഷൻസ് ഒക്കെ ഇറക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? 2 രീതിയിൽ ആളുകൾ അതിനെ പറയാറുണ്ട്. ഒന്ന്, ആ സോങ്ങിന് ഒരു പുതിയ റീമിക്സ്ഡ് വേർഷൻ നമുക്ക് കേൾക്കാൻ പറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ക്രീം ആയിട്ടുള്ള ഒരു ഭാഗം നമുക്ക് അറിയാൻ പറ്റിയെന്ന്. വേറെ ചില ആളുകൾ അത് വേണ്ട, ഒറിജിനലിനെ തൊട്ട് കളിക്കണ്ട എന്ന് പറയുന്ന ഇതുണ്ട്. ശരിക്കും അപ്പം ഇങ്ങനെ കവർ സോങ്സിനോട് പറ്റിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട്? അതായത് ഇവിടെ ശരിക്കും എല്ലാ മ്യൂസിക്കിനും അതിൻ്റെതായിട്ടുള്ള സ്പേസ് ഉണ്ട് എന്നാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിൽ എനിക്കറിയില്ല, എൻ്റെ ഒരു കാര്യം ഇത് പേഴ്സണലി ഉള്ള ഒരു കാര്യം പറഞ്ഞാൽ അത് തെറ്റല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുക. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാ മ്യൂസിക്കിനും ഇവിടെ അതിൻ്റെതായ സ്പേസ് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും അത് ചെയ്യാനും ഇപ്പോൾ ഇംപ്രവൈസ് ചെയ്ത് പാടാനുള്ള, അങ്ങനെ അവനവൻ്റെതായിട്ടുള്ള ആ പാട്ട് ഉൾക്കൊണ്ട് പാടാനുള്ള സ്പേസ് കൊടുക്കുന്നുണ്ട്. തെറ്റല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും അധികം ഇഷ്ടത്തോട് കൂടിയിട്ട് എപ്പോഴും ഓർക്കുന്ന 3 പാട്ടുണ്ടെങ്കിൽ ആ 3 പാട്ടുകൾ ഏതായിരിക്കും? ഫസ്റ്റ് പാട്ട് ആരോ പാടുന്നത് ദൂരെ. അത് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് പാടിയ പാട്ടാണ്. പിന്നെ ചിത്രാമ്മ ആ ഷോയിൽ വന്നതിന് ശേഷം എൻ്റെ അടുത്ത് വന്ന് എനിക്ക് അന്ന് പെർഫോമൻസ് ഓഫ് ദി ഡേ തരാൻ വേണ്ടി എൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ചിത്രാമ്മൻ്റെ അത്ര അടുത്തുനിന്ന് കാണുന്ന ദിവസമാണ്. അപ്പോൾ ആ പാട്ട് ഞാൻ മറക്കില്ല. പിന്നെ എൻപൂവേ, ആ ദിവസം എൻപൂവേ പാടുന്ന സമയത്ത് ആ ദിവസമായിരുന്നു ഷോ നിർത്തുക എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്നാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വിഷമം ഉണ്ടായിരുന്നു ആ ദിവസം. പിന്നെ അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് ബർത്ത്ഡേ അവിടെ ഫ്ലോറിൽ സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ എനിക്ക് ഈ പാട്ട് പാടി കുഴപ്പമില്ലാതെ പാടാൻ പറ്റി. അപ്പൊ എല്ലാം കൊണ്ടും ആ ദിവസവും ആ പാട്ട് എനിക്ക് സ്പെഷ്യലാണ്.